ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു നോൺ വെജ് റെസിപ്പിയായ ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി വീട്ടിൽ പൊടിച്ചത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്, മറ്റു കളറുകളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ചെറുനാരങ്ങയുടെ നീര്. ഇത്രയും ചേർത്ത് നമുക്ക് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കണം. ഏകദേശം കുറഞ്ഞത് നമ്മളൊരു അരമണിക്കൂറും, കൂടുതൽ സമയം നമുക്ക് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റും നമ്മളിത് മിക്സ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചിക്കൻ പീസുകളിലേക്കും ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല രസത്തിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഓവർനൈറ്റാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. കുറച്ച് ചിക്കൻ പീസുകൾ ഇട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. എല്ലാ ചിക്കൻ കഷ്ണങ്ങളും നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലോട്ട് നമ്മൾ ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം 15 ചുവന്നുള്ളി നടുവേ കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 3 സബോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ഒരൽപ്പം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഗ്രേവി ടൈപ്പ് ആവുന്നത് വരെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരൽപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരൽപ്പം ചേർത്ത് കൊടുത്തു, ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു ഗ്രേവി ടൈപ്പായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ വറുത്തത് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം.
ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാല എല്ലാ ചിക്കൻ പീസുകളിലേക്ക് എത്തുന്നത് പോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമന്റ് ചെയ്തോളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.